ഇന്ത്യയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ നയാര എനർജിക്ക് നേരിടേണ്ടി വന്ന ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചയാകുന്നത്. സൗദി അറാംകോയും ഇറാഖിന്റെ സ്റ്റേറ്റ് ഓയിൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷനും ക്രൂഡ് ഓയിൽ വിതരണം പെട്ടെന്ന് നിർത്തിയ സംഭവമാണ് ഇതിന് കാരണം. യൂറോപ്യൻ യൂണിയൻ 2025 ജൂലൈയിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങളുടെ പശ്ചാത്തലമായാണ് ഈ നിർണായകമായ തീരുമാനമുണ്ടായത്. ഇന്ത്യയുടെ പരമ്പരാഗത ക്രൂഡ് ഓയിൽ വിതരണക്കാരായ സൗദിയും ഇറാഖും കൈവിട്ടപ്പോൾ വലിയ തോതിലുള്ള ഓഹരി പങ്കാളിത്തമുള്ള റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ആശ്രയിക്കുന്ന നയാരയ്ക്ക് പുതിയൊരു പ്രതിസന്ധി ഉയർന്നിരിക്കുകയാണ്. സാധാരണയായി നയാര പ്രതിമാസം 20 ലക്ഷം ബാരൽ ഇറാഖി ക്രൂഡും 10 ലക്ഷം ബാരൽ സൗദി ക്രൂഡും ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ 2025 ഓഗസ്റ്റിൽ കെപ്ലർ അന്താരാഷ്ട്ര ഡാറ്റ പ്ലാറ്റ്ഫോമുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പരമ്പരാഗത വിതരണക്കാരിൽ നിന്ന് ഒരു കപ്പലും നയാരയ്ക്ക് തീരത്തെത്തിയിരുന്നില്ല. അവസാനമായി ഇറാഖിൽ നിന്ന് ജൂലൈ 29 എത്തിയ ചരക്ക് സൗദിയിൽ നിന്ന് ജൂലൈ 18 ലഭിച്ച 10 ലക്ഷം ബാരൽ അറബ് ലൈറ്റും 10 ലക്ഷം ബാരൽ ബാസ്റ്ററ്റോ ഹെവിയും അടങ്ങിയ ഡെലിവറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെ 4 ലക്ഷം ബാരൽ പ്രതിദിന ശേഷിയുള്ള വാർഡിനെറ്റ് റിഫൈനറി 70 മുതൽ 80% വരെ ശേഷിയിൽ മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങി. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ലഭിക്കാത്തതോടെ ഉൽപാദനത്തിലും വിതരണം ചെയ്യുന്നതിലും വലിയ ഇടിവ് നേരിടുകയും ചെയ്തു. ഇതിനു പുറമെ ഡാർക്ക് ഫീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പലപ്പോഴും രജിസ്ട്രേഷൻ വിവരങ്ങൾ മറച്ചുവെക്കുന്ന നിരീക്ഷണത്തിൽ എളുപ്പത്തിൽ പിടികൊടുക്കാത്ത കപ്പലുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കമ്പനി ഇപ്പോൾ വഴിമാറിയിരിക്കുന്നത്. 2022 ഉക്രൈൻ റഷ്യ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം റഷ്യയെ ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരനായി മുന്നോട്ട് കൊണ്ടുവന്ന സാഹചര്യത്തിൽ 2029 ജൂണിൽ ഇന്ത്യ ദിവസേന 19.3 ലക്ഷം ബാരലും ജൂലൈയിൽ 18.1 ലക്ഷം ബാരലും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ഇതോടെ സൗദി അറേബ്യയും ഇറാഖും പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറയുകയായിരുന്നു. എങ്കിലും റഷ്യൻ ഓയിൽ തുടർച്ചയായി വാങ്ങുന്നതിനെതിരെ അമേരിക്ക അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടും ഊർജ്ജ സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന നിലപാടിൽ ഉറച്ചു നിന്ന ഇന്ത്യ ഭാവിയിൽ റഷ്യ വിതരണക്കാരിൽ തടസ്സം വന്നാൽ ആഗോള എണ്ണ വിലയിൽ $200 കവിയുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. നയാര എനർജിയുടെ പ്രതിസന്ധി വെറും ഒരു സാമ്പത്തിക കമ്പനിയുടെ വെല്ലുവിളിയല്ല, മറിച്ച് ഇന്ത്യയുടെ സമഗ്ര ഊർജ്ജ സുരക്ഷയെയും വിദേശ നയതന്ത്രങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവ വികാസമാണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരനായ ഇന്ത്യ 2023-24 സാമ്പത്തിക വർഷത്തിൽ 232.5 ദശലക്ഷം ടൺ ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. ഇതിൽ 88%-ലധികം ഇറക്കുമതി ആശ്രിതത്വത്തിലായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും അമേരിക്കയുടെ സമ്മർദ്ദങ്ങളുടെയും നടുവിൽ ഇന്ത്യയുടെ പരമ്പരാഗത വിതരണക്കാർ പിൻവാങ്ങിയപ്പോൾ ഏകോപിതമായ പദ്ധതികളില്ലാത്തത് രാജ്യത്തിന്റെ എനർജി പോളിസിയിൽ വലിയ പോരായ്മ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് മാറിയിരിക്കുകയാണിപ്പോൾ. വഡിന റിഫൈനറി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റിഫൈനറികളിലൊന്നാണ്. പ്രതിദിനം 4 ലക്ഷം ബാരൽ ശേഷിയുള്ള ഈ പ്ലാന്റ് സാധാരണ സാഹചര്യങ്ങളിൽ 95%-ലധികം ശേഷിയിൽ പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ സൗദി അറേബ്യയും ഇറാഖും വിതരണം നിർത്തിയതോടെ പ്രവർത്തനശേഷി 70 മുതൽ 80% വരെയായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇതോടെ ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ, ട്രൈബൽ ഫ്യൂവൽ പോലുള്ള ഡൗൺ സ്ട്രീം ഉൽപ്പന്നങ്ങളുടെ വിലയും ലഭ്യതയും നേരിട്ട് ബാധിക്കുകയാണ്. നയാരയുടെ ഉടമസ്ഥാവകാശ ഘടനയും അതിന്റെ ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങളും ഈ പ്രതിസന്ധിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. റഷ്യൻ കമ്പനി റോസ്നെഫ്റ്റ് നയാരയുടെ വലിയ ഓഹരി പങ്കാളിയാണ്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെ അന്താരാഷ്ട്ര സാമൂഹിക നിലപാട് സ്വീകരിച്ച ഉപരോധ നടപടികൾ മൂലം റോസ്നെഫ്റ്റുമായി ബന്ധപ്പെട്ട ഏതൊരു കമ്പനിക്കും രണ്ടാം തലത്തിലുള്ള ഉപരോധങ്ങൾ ബാധകമാകാമെന്ന മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സൗദിയും ഇറാഖും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിൽ റിസ്ക് അവോയ്ഡ്സ് നയം സ്വീകരിച്ച് വിതരണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഭൂരിഭാഗവും വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഇന്ത്യ ആശ്രയിച്ചിരുന്നത്. 2021 ഇന്ത്യയുടെ ഇറക്കുമതിയുടെ 63% വെസ്റ്റ് ഏഷ്യയിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം റഷ്യൻ ഓയിൽ ഇന്ത്യക്ക് വിലക്കുറവിൽ ലഭ്യമായപ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി മാതൃകയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. 2024 റഷ്യ ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരനായി മാറി. വെസ്റ്റ് ഏഷ്യയുടെ പങ്ക് 46%-ആയി ചുരുങ്ങുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള വിലക്കുറവിന്റെ ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുകയും കറൻസി എക്സ്ചേഞ്ച് റിസർവ് നിലനിർത്തുകയും ഉൽപാദന ചെലവ് കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ ആശ്രിതത്വം ദീർഘകാലത്ത് രാഷ്ട്രീയ സാമ്പത്തിക അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം റഷ്യയുടെ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ ഗ്ലോബൽ ഓയിൽ വില $200 മുകളിലേക്ക് ഉയരുമെന്ന് ഭീഷണി നിലനിൽക്കുകയാണ്.
നയാരയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഡാർക്ക് ഫീറ്റ് ആശ്രയിക്കേണ്ടി വന്നതുകൊണ്ട് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഡാർക്ക് ഫീറ്റിലെ കപ്പലുകൾ പലപ്പോഴും രജിസ്ട്രേഷൻ മറച്ചുവെക്കുന്നവയും ഇൻഷുറൻസ് വിവരങ്ങൾ വ്യക്തമല്ലാത്തവയും അന്താരാഷ്ട്ര കടൽ സുരക്ഷാ നിയമങ്ങൾ മറികടക്കുന്നതുമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ കമ്പനി പ്രവർത്തനം തുടരാനാകുന്നുവെങ്കിലും ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ സുരക്ഷാ നിയന്ത്രണ ഏജൻസികൾക്ക് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണിത്.